എനിക്ക് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ ഒരു ഭാര്യ പുലരാൻ ആരുമില്ല. എനിക്കിത് കേൾക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഓർമ്മ വരുന്നത്. കാരണം പുള്ളിയുടെ ഇപ്പൊ വന്ന അലിഗേഷൻസിനകത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇയാൾക്ക് വെച്ചാ നിന്നോടാണ് എനിക്കൊരു പ്രണയം തോന്നുന്നത്, എനിക്ക് വേറെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. ആ ഒരു വേദനയുടെ തോത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് അനുഭവിക്കാം. അതാണ് ഈ കർമ്മ എഫക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി, കാരണം നമ്മളെ ചതിച്ചിട്ട് പോയി, ഓക്കെ ഇനി അവള് ജീവിക്കേ വേണ്ട, അല്ലെങ്കിൽ ഇനി അവൻ ജീവിക്കേ വേണ്ട, അവൻ സമാധാനത്തോട് ജീവിക്കരുത്, രീതി ശരിയല്ല. പക്ഷെ എനിക്കിപ്പോ ഒരാളോട് നിന്നിട്ട് പറ്റുന്നില്ല. എനിക്കിപ്പോ അയാളോട് ആ പഴയ ഫീലിങ്സ് ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പോകണം. അല്ലാതെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ പോയി കൂടെ പോയിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ അയാൾക്ക് കൂടുതൽ ഹോപ്പ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളെ, നമ്മുടെ കൂടെ നടന്നിരുന്ന ഒരാളെ പറ്റിയിട്ട് അയാൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പൊ ഇപ്പൊ എന്റെ കൂടെ വന്ന ആൾ എന്നെ ചീറ്റ് ചെയ്തിട്ട് അവള് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് കണ്ട എല്ലാവരുടെ പോയി അവള് ചതിച്ചെന്ന് പറഞ്ഞ നടന്നിട്ടൊരു കാര്യമില്ല. ജനഗണമനയിലാണെന്ന് തോന്നുന്നു. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും, അത്രേ ഉള്ളൂ. ഋഷാദിന് ലൈഫിൽ ബ്രേക്കപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓ, കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംവിധാനം വരാൻ കാരണം ഒന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാൻ പറ്റാത്തൊരു സാഹചര്യം മ്യൂച്വലി എടുക്കും. പിന്നെ ചിലരെ സംബന്ധിച്ച് ഒരാളായിരിക്കും ആ ഡിസിഷൻ ആദ്യം പറയുന്നത്. അപ്പോ ഇതിനകത്തില് ബ്രേക്കപ്പിന് ശേഷം നമ്മുടെ പാർട്ട്ണറിനെ പറ്റിയിട്ട് മോശം പറയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സർക്കിളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു രീതി ശരിക്കും ഒരു മോശമല്ലേ? ഉറപ്പായിട്ട്. കാരണം അവര് പ്രേമിക്കുന്ന സമയത്ത് അവരെ ഉണ്ടാവുള്ളൂ ഫുൾ എല്ലാത്തിനും നിന്നത്തെ, അതായത് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി നീ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഒരാളെ കാണുമ്പോൾ അവള് കോഴി അല്ലെങ്കിൽ അവളെന്നെ തേച്ചു, അങ്ങനെ പല ഒരുപാട് ചിലപ്പോൾ ഇല്ലാത്തതും ഉള്ളതെല്ലാം കൂട്ടി അവള് പറയും. ചിലപ്പോൾ അവരുടെ ആ ഒരു ദേഷ്യം തീർക്കുന്നതായിരിക്കും. പക്ഷെ അത് വേറെ ഭയങ്കര അലമ്പ് പരിപാടിയാണ്. കാരണം ഇപ്പൊ ഞാനിപ്പോ എന്നെ ഒരു പെണ്ണ് തേച്ചു, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എന്നെ തേച്ചത്. പക്ഷെ ഞാനത് മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവളുടെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയും. അവള് തേച്ചിട്ട് പോയി, അവൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, അവൾ എന്നെ സിൻസിയർ ആയിട്ടല്ല, ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ടാണ് നോക്കിയത്, ചിലപ്പോൾ എൻ്റെ കാരണം കൊണ്ടായിരിക്കും എന്നെ തേച്ചത്. പക്ഷെ എന്നാലും ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും പറയൂല. നമ്മളെല്ലാവരും നല്ല പിള്ളേവനല്ലേ എല്ലായിടത്തും നോക്കൂ. ഇപ്പൊ ഞാൻ നല്ല ഇറക്കനാണ്, അതുകൊണ്ട് അവൾ എന്നെ തേച്ച് അവള് കൊള്ളൂലളിയ, അങ്ങനെ ഇങ്ങനെ പല എന്താ പറയാ, പല വാക്കുകൾ നമ്മൾ ഇതിനെ പറയും. അവർക്ക് ഇപ്പോ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാൾക്കായിരിക്കും ഈ എക്സ്ട്രാ അഫെയറുകൾ ഉണ്ടാകുന്നത്. അത് കണ്ടെത്തിയിട്ടൊക്കെ ചില ബ്രേക്കപ്പുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്തായാലും മറ്റു അഫെയറുകളൊക്കെ ഉണ്ടല്ലോ. ഇനി വീണ്ടും ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഈ പറയുന്ന എക്സിനെ ഉപയോഗിക്കും. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ട്രാജഡീസ് ഉണ്ടായി, ഞാൻ വളരെ ഡിപ്രഷനിലാണ്, ഡിപ്രഷന്റെ പേരിൽ കെയറിങ് അന്വേഷിച്ചു പോയി, കെയറിങ് കൊടുത്തിട്ടായിരിക്കും അവർ അടുത്ത ആളിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് ടോട്ടലി മറ്റേ ആളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ അങ്ങനെയായിരുന്നു, ഞാനുള്ളപ്പോ തന്നെ അവക്ക് 2-3 ആൾക്കാരുണ്ടായിരുന്നു, എന്നെ ഒരു ഇതിനു വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ അതെ, ഞാൻ പറ്റിക്കപ്പെട്ടു. ഇതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇതിലും നാറിയ കുറെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാല് ഇവരുടെ കുറെ പ്രൈവറ്റ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു വെക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവര് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഭയങ്കര സ്നേഹങ്ങളായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ബിൽഡ് ചെയ്തിട്ട് ഇവരുടെ തന്നെ വീഡിയോസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ പാർട്ണറിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് പിന്നീട് ഇവരുടെ ബ്രേക്കപ്പിന് ശേഷം ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് കണ്ടോ, ഞാൻ ആ റിലേഷൻഷിപ്പിൽ വലിയ കേമനായിരുന്നു എന്ന് കാണിക്കാനുണ്ടെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഈ ഫോട്ടോസ്, ഇവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് കാണിക്കുന്ന ചില ഇതൊക്കെ ഒരു മാസാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യം പറയാം, എന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കുകയൊന്നും ചെയ്യരുത്. ഈ ഫോൺ എന്നൊക്കെ പറയുന്നത് എപ്പോ വേണേലും പൊട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോൺ കടയിൽ കൊണ്ട് കൊടുക്കും. അവിടെ നമ്മൾ ലോക്കെല്ലാം എഴുതി കൊടുക്കണം അവർക്ക്, ഇത് ഒരു ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ആർക്കെങ്കിലും കൊടുത്താലല്ലേ ഇത് പുറത്ത് പോകും, ഇല്ലെങ്കിൽ എന്റെ പാർട്ണർ ആർക്കെങ്കിലും കൊടുത്താലല്ലേ ഇത് പുറത്ത് പോകും. നമ്മൾ പോലും അറിയാതെ പോവാം. അതൊന്നും ആരും അറിയുന്നില്ല, മനഃപൂർവ്വം ചിലപ്പോൾ എടുത്ത് വെക്കും. പിന്നെ ഈ പറയുന്നത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ എതിരെ നിൽക്കുന്ന ആളെ ചിലപ്പോൾ എടുത്തങ്ങ് പുറത്ത് വിടുക, ഇല്ലെങ്കിൽ കൂട്ടുകാരെ കാണിക്കുക. അങ്ങനെ ഒരുപാട് പേര് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ശരിയാ. അതിന്റെ അപ്പുറത്തേക്കും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറെ അധികം അങ്ങനത്തെ അഫെയറുകൾ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവർ ഭയങ്കര കപ്പിൾ ഗോൾസുകളൊക്കെ ആയിരിക്കും. അതിനുശേഷം ഇവര് തമ്മിലൊരു പ്രശ്നം, ചിലപ്പോ ആ അപ്പുറത്തേക്കുന്ന ആകെ മറ്റു അഫെയറുകളും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ അറിഞ്ഞ് ഇവര് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത്
ഇവർ കുറച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കൂലേ? കാരണം ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആണ്. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫോളോവേഴ്സ് തിരക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞത്, ആരുടെ ഭാഗത്ത്. ഇത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതിനു വേണ്ടി വെളുപ്പിക്കാൻ വേണ്ടി അപ്പുറത്തേക്കുന്ന ആളെ വന്ന് കുറ്റം പറയുക. കുറച്ച് കഴിയുമ്പോ അടുത്ത ആ ആള് വന്നിട്ട് മറ്റേ ആളെ കുറ്റം പറയുക. എന്നിട്ട് അതൊരു റീച്ചിലേക്ക് പോവാം. എന്ന് വെച്ചാൽ ഒരു കുടുംബശ്രീ വ്ളോഗ്സ് ഒക്കെ എന്നൊക്കെ രീതിയിൽ ഇവരുടെ ഈ പറയുന്ന അഫയറിനകത്തിലുണ്ടായ പ്രശ്നങ്ങള് ഇവര് എന്തൊക്കെ അനുഭവിച്ചു. ചില ഇത് സംബന്ധിച്ചാണെങ്കിലും ചില ആൾക്കാരുടെ നമ്മളിങ്ങനെ മുഖം കാണിക്കാന്ന് പറയുന്നത് അടുത്ത ആള് പെട്ടുപോവാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാർ തുറന്നു പറയും, ഇവൻ ഇങ്ങനത്തെ ആളാണ്, നിങ്ങളുടെ അടുത്തേക്കും ഈ ഒരു രീതിയിലേക്ക് വരാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ എമ്പതി കൊണ്ട് വേറെ ആൾക്കാരെ വീഴ്ത്തുന്ന ഒരു രീതി. നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും പോയി, അല്ലെങ്കിൽ ഇവര് ഇത് ഹൈഡ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. അവര് പറയുന്നത് അവരുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കിട്ടുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അങ്ങോട്ട് ആരുടെ അടുത്ത് സ്നേഹമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പം ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് അടുത്ത ഇഷ്ടം തോന്നും. ഇങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇവര് പറയും എനിക്ക് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ ഒരു ഭാര്യ പുണരാൻ ആരുമില്ല. എനിക്കിത് കേൾക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഓർമ്മ വരുന്നത്. കാരണം പുള്ളിയുടെ ഇപ്പൊ വന്ന അലിഗേഷൻസിനകത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇയാൾക്ക് വെച്ചാ നിന്നോടാണ് എനിക്കൊരു പ്രണയം തോന്നുന്നത്, എനിക്ക് വേറെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. മിക്കവാറും ഉടായ്പുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു മെയിൻ പരിപാടി ഇതാണ്. ചിലപ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാവും, ചിലപ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോണ ആളുകൾ ഉണ്ടാവാം. അങ്ങനത്തെ ആളുകളുണ്ടല്ല, അതെല്ലാം ചതിക്കുക അല്ലെങ്കിൽ ചീറ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള ആളുകളല്ല, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ പല ആളുകളും ഇതേപോലെ മറച്ചു വെച്ചിട്ട് ഇല്ലെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എല്ലാം നടത്താൻ വേണ്ടിയിട്ട് മാത്രം അവരുടെ കൂടെ കൂടുന്ന ആളുകളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ സിമ്പതി ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെന്റിമെന്റ്സ് സാടെല്ലാം ഉപയോഗിച്ച് മാക്സിമം ഇവരുടെ ദാരിദ്ര്യം പറയുന്നത് എന്ന് വെച്ചാല് ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ സ്റ്റോറി കണ്ടിട്ടുണ്ട്. കാരണം ഇവര് മറ്റേ ആളുടെ കൂടെ പോകുന്നത് ഇവരുടെ പൈസ കണ്ടിട്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അയ്യോ എനിക്ക് അതടക്കാൻ പറ്റുന്നില്ല, ഇതിനെ എന്നെ റൂം നിറക്കിടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് മാക്സിമം ഇവരുടെ സ്വർണം പണയം വെപ്പിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇരുന്ന് കരയാണ്, കരഞ്ഞ് എമ്പതി മൂലം എന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് ഒരാള് നമ്മുടെ മുമ്പ് ഇന്ന് കരയുമ്പോ നമുക്ക് സ്വാഭാവികമായി ഹ്യൂമാനിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ സഹായിക്കും. ഓക്കെ, അവൻ ആ ഒരു അവസ്ഥയിലാണ്, അവനെ സ്നേഹിക്കാൻ ആരും ഇല്ല, വീട്ടുകാരില്ല, എന്നുവെച്ചാ അത്രയും നല്ലൊരു മനുഷ്യൻ വേറെ കാണത്തില്ല. പൈസ മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കല്യാണം ഇന്ന് ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ ഉറപ്പ് വാക്ക് കൊടുത്തതിന് ശേഷം ഒന്നും ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മേടിക്കരുത്. അല്ലാതെ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല, ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുക ഒരു 100 രൂപ ഉണ്ടോ, അങ്ങനെ ചോദിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഈ പറഞ്ഞ കണക്ക് അവരുടെ സ്വർണം എനിക്ക് അറിയാവുന്ന ആളുകളുണ്ട്, അവന്താ സ്വർണ്ണമാല അല്ലെങ്കിൽ കമ്മല് ഒക്കെ മേടിച്ച് ഞാൻ തിരിച്ചെടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് പണയം വെക്കും. ഈ പണയം വെച്ച് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തമ്മിൽ ബ്രേക്കപ്പ്. പണയം വെച്ചിട്ട് ഈ പണയം വെച്ച പൈസ കൊണ്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെ റൂം എടുക്കാൻ വേണ്ടി പോകും. അങ്ങനത്തെ ഒരാളുകളുണ്ടാവും. ചില പറയടി എനിക്ക് ഇന്ന് ഞാൻ പെട്ടുപോയി, എനിക്ക് കണ്ട 2000 അത്യാവശ്യമായിട്ട് വേണം, ഒന്ന് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് ഏതെങ്കിലും റൂമിൽ കാണും രണ്ടുപേരും, വേറെ ആരെങ്കിലും. പബ്ബുകള് ഇങ്ങനത്തെ ലഹരി പാർട്ടികൾക്ക് ഇതിനകത്തിലൊക്കെ പോവാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത്ര ആൾക്കാരെ. ഈ ഒരു ടാഗ് ഓഫ് പെൺകുട്ടികള് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കേസും ഉണ്ട്. ഒരു കുറച്ച് ആൾക്കാര് എന്ന് പറയുന്നത് എമ്പതി മൂലം ഇവരെ കൂടെ നിർത്തും. എന്നുവെച്ചാൽ ഇവർക്ക് ആകെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ പൈസയും പിന്നെ അവരുടേതായിട്ടുള്ള ഫിസിക്കൽ നീഡ്സും. ഈ 2 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ഈ 2 കൂട്ടരെ സംബന്ധിച്ച് ഇവരാണ് അവരുടെ ലോകം. അല്ലെങ്കിൽ ഇവരോട് ഭയങ്കര ഇമോഷണൽ കണക്ഷനുകൾ രൂപപ്പെടും. അതിൽ നിന്ന് പിന്നെ ഒരു സമയത്ത് ഇവർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഇവൻ പറ്റിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടം പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് താനെന്നൊക്കെ അറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ സമയത്ത് അവർ ടോട്ടലി തകർന്നു പോകും. കാരണം ഞാൻ ഇത്ര നാളും മണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും മണ്ടനായിരുന്നോ, ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. ആരെയും മനഃപൂർവ്വം ചതിച്ചോണ്ട് നമ്മളൊന്നും ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നത് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ആ സാധനം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ തേടിയത് വരും. ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരാളെ പറഞ്ഞ് പറ്റിച്ചു, ഞാൻ ഈ പറയുന്ന പോലെ ചീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ആളുടെ കൂടെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് എന്തെങ്കിലും ഇതൊക്കെ എങ്ങനെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ തല്ലിൽ വരും. ചിലപ്പോൾ ഞാൻ പോണ ആളായിരിക്കും ചിലപ്പോൾ അതെനിക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യം നമ്മളിതെല്ലാം ആലോചിക്കണം. നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി വെക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്കത് ഭാവിയിൽ ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരാളെ പറ്റിട്ട് എന്ന് വെച്ചാൽ ഒരു കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളായിരുന്നു, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളെ, നമ്മുടെ കൂടെ നടന്നിരുന്ന ഒരാളെ പറ്റിയിട്ട് അയാൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പൊ ഇപ്പൊ എന്റെ കൂടെ വന്ന ആളെന്നെ ചീറ്റ് ചെയ്തിട്ട് അവള് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് കണ്ട എല്ലാവരുടെ അടുത്തും പോയി അവള് ചതിച്ചെന്ന് പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമില്ല. നമുക്കറിയാം അവളെ നമ്മളെ ചതിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കേ അറിയൂ.
അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഈ പറയുന്ന പോലെ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് പറഞ്ഞ് അവരുടെ ഒരുമാതിരി അത്രത്തോളം അങ്ങ് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ ലൈഫിൽ ഇപ്പോ അവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം വേദന നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വേദനയുടെ തോത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് അനുഭവിക്കാം. അതാണ് ഈ കർമ്മ എഫക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി, കാരണം നമ്മളെ ചതിച്ചിട്ട് പോയി, ഓക്കെ ഇനി അവള് ജീവിക്കേ വേണ്ട, അല്ലെങ്കിൽ ഇനി അവൻ ജീവിക്കേ വേണ്ട, അവൻ സമാധാനത്തോട് ജീവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി 10 ആൾക്കാരോടെന്ന് പറയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് പോവുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സ്റ്റോറി ഇടുക, അല്ല ആ ഒരു രീതിയിലേക്ക് വന്നിട്ട് ഇവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ അധികം പെൺകുട്ടികളെ ഇങ്ങനെ കുടുക്കി, അല്ലെങ്കിൽ ആൺകുട്ടികളെ കുടുക്കി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു ഹണി ട്രാപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ പാർട്ട്ണറെ എങ്കിൽ അത് ലീഗലി മുന്നോട്ട് പോവുക. ലീഗലി മുന്നോട്ട് പോയതിനു ശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്ന തലത്തിലേക്ക് നമ്മൾ പോകണം. അതിനിപ്പോൾ എത്ര പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും ഒരു സമൂഹത്തിലേക്ക് ഇത്രയും ആൾക്കാരെ പ്രശ്നപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ എംപതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം അവര് ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായവൻ കാരണം എന്റെ ലൈഫ് തകർന്നു, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇത്രയും പീരീഡ് ഓഫ് ടൈം ഞാൻ സ്ട്രഗിൾ ചെയ്തു, അതിനുശേഷം ഇവൻ അടുത്ത പെൺകുട്ടിയിലേക്ക് പോയി, ഇവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ ഈ പറയുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളില്ല, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിക്ടിമുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ അടുത്ത ദിവസം വീണ്ടും എന്താ നല്ലൊരു ചിരിച്ച മുഖത്തോടെ അടുത്ത പെൺകുട്ടിയെ കാണുന്നു, ഇതേപോലെ ഇവന്റെ മുൻ കാലങ്ങളിലെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ പറയുന്നു, അവന്റെ വിഷമങ്ങൾ പറയുന്നു. അങ്ങനെ പറയുമ്പോ പുള്ളിയായിരിക്കും ചിലപ്പോൾ ഇട്ടിട്ട് പോണത് ഓരോരുത്തരെയും, പക്ഷെ പുള്ളി അവിടെ ചെന്ന് പറയുന്നത് എന്നെ ഇട്ടിട്ട് പോയിന്നായിരിക്കും. എന്നിട്ട് പിന്നെ ഇട്ടിട്ട് പോകുന്നൊരു സമയം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ഇവർ ഉപയോഗിക്കും. ഉപയോഗിച്ച് മറ്റേ ആൾക്ക് എന്താവും അറിയോ, റിലേഷൻഷിപ്പ് ഒരു വയസ്സിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ നിനക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിട്ട് അവള് അടുത്ത ആളിലേക്കും. അപ്പൊ നീ വീഴുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ നമുക്ക് 4-5 വർഷമൊക്കെ നമ്മൾ പൊന്നുപോലെ പ്രേമിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് ഞാൻ ഇന്ന കല്യാണം കഴിച്ചോളാം, നമുക്ക് കല്യാണം കഴിക്കണം, നമുക്ക് ഇന്ന പ്രായം കല്യാണം കഴിക്കാം, നമുക്ക് കെട്ടാം, നമുക്ക് കൊച്ചുകൾ ഇങ്ങനെ അങ്ങനെ നമുക്ക് അടിച്ച് പൊളിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് മോഹിപ്പിച്ചതിന് ശേഷം ഒരു ഘട്ടം എത്തുമ്പോൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇല്ലാതെ ഒരു ബന്ധയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് തോന്നും ഇവന്റെ കൂടെ നടന്നാൽ ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ലൈഫ് ലോങ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് വെച്ചാൽ നമുക്കൊരു സമയത്ത് ഇവരോട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ല. കാരണം നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പായി പറയാം. പക്ഷെ ഞാനത് പറയുന്നതിന് പകരം ഒരിക്കലും നമ്മള് അല്ല, ചിലരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞില്ലേ 5-6 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും, പെട്ടെന്ന് ഈ ബ്രേക്കപ്പ് പറയുമ്പോഴത്തേക്കും ഒരു സമൂഹം എന്തായിരിക്കും വിചാരിക്കുന്നത്, എന്നെ കുറ്റം വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ മാക്സിമം മോശപ്പെടുത്തിയിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത് അത് ശരിയല്ല. പക്ഷെ എനിക്കിപ്പോ ഒരാളോട് നിന്നിട്ട് പറ്റുന്നില്ല, എനിക്കിപ്പോ അയാളോട് ആ പഴയ ഫീലിങ്സ് ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പോകണം. അല്ലാതെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ പോയി കൂടെ പോയിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ അയാൾക്ക് കൂടുതൽ ഹോപ്പ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചിലപ്പോൾ പോവും. അങ്ങനെ നമ്മൾ നിൽക്കരുത്. പക്ഷെ ഈ പറയുന്ന പോലെ അയാളെ മനസ്സ് വളരെയധികം വിഷമിപ്പിച്ചിട്ട് നമ്മൾ പോകരുത്. പറ്റൂല്ലെങ്കിൽ പോവാ. അല്ല, വിഷമിപ്പിക്കുന്നതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾക്ക് അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആ പണിക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇത്രയധികം ആൾക്കാരെ വേദനിപ്പിച്ചിട്ട് നമ്മള് എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു സമാധാനം എന്ന് പറഞ്ഞ കാര്യം? ഈ പറയുന്ന രീതിയിൽ ഗിൽട്ട് ഫീൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവർക്ക് ഇതൊരു പ്രശ്നമില്ലാത്തത്. ഏതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ലൈഫ് പീരീഡില് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിനക്കിപ്പോൾ ആ ഒരു ഗിൽട്ട് തോന്നി കഴിഞ്ഞാൽ നീ വീഴുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ചെറുതായിരിക്കും, നീ വലിയ രീതിയിൽ നിലയ്ക്ക് വീഴും. അപ്പോൾ ഇതുവരെ ഇപ്പം നമ്മൾ ഈ ഫീൽ ഇല്ലാത്ത ഒരാളോട് പോയി നീ ചെയ്യുന്ന മോശമാണ്, നിനക്ക് 5-10 റിലേഷൻഷിപ്പ് ഉള്ളത് തെറ്റാണ്, നീ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇപ്പൊ നീയോ ഞാനോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പറ്റില്ല. അവർ പറയും ലീവ് ദ മൊമെന്റ്, ഞാൻ എന്റെ ലൈഫ് ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ്, എനിക്ക് ടെൻഷൻ ഇല്ല, എനിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല, ഞാൻ ഈ മൊമെന്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്, ഇതെല്ലാം തിരിച്ചു കിട്ടുന്ന ആ സ്റ്റേജില് ഈ പറയുന്ന ആര് നിന്റെ കൂടെ ഉണ്ടാവത്തില്ല. നീ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കും. ഈ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം നമ്മൾക്ക് തിരിച്ചു കിട്ടും. ഒരു സിനിമയിൽ പറയും, ജനഗണമനയിലാണെന്ന് തോന്നുന്നു, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബ്രേക്കപ്പ് ആയി നമ്മൾ ഒരുപാട് കിടന്ന് കരയുമില്ല, നമുക്ക് ഒരുപാട് ഡിപ്രഷൻ ആയിട്ടൊന്നും കാര്യമില്ല.
ഒരു കാര്യം ആലോചിക്കും. ഇപ്പൊ ഒരാൾ പോയി, നമുക്ക് അതിന്റെ വിഷമം നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരാളോട് പറയാൻ പറ്റത്തില്ല ഡിയർ ഋഷാദ്, ഈ പറയുന്ന റിലേഷൻ അവര് അത്രത്തോളം ഇമോഷണലി കണക്ട് ആയിട്ട് അത്രത്തോളം നമ്മൾ കണക്ട് ആവും. നമുക്ക് ഒട്ടും പറ്റൂല. എനിക്ക് അനുഭവമുള്ളതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് നാള് കഴിയുമ്പോൾ ഒരാൾ പോയി അതിനേക്കാളും നല്ലൊരാളെ നമുക്ക് ദൈവം തരും. അങ്ങനെ ഒരിക്കലും തരാതിരിക്കില്ല. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആയതിനു ശേഷം ഇവർക്ക് ആ ബ്രേക്കിനെ പറ്റി പറയുന്ന സമയത്ത് ഷിവറൊക്കെ ചെയ്ത് പാനിക് അറ്റാക്കുകളൊക്കെ ഉണ്ടായി. ഇവർക്ക് ഒരു അത് സംസാരിക്കാൻ പോലും പറ്റാത്ത തലങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കും അവന്റെ പ്രശ്നം കൊണ്ട് അവൻ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അതിൽ നമ്മൾ വീണ്ടും എന്തിനാ സർവൈവ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്തതുകൊണ്ട് എനിക്ക് ചിന്തിക്കാം. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരാൾക്ക് അത് പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് പാനിക് അറ്റാക്കുകളും അവരിരുന്ന് ഷിവർ ചെയ്ത് അവരെത്രത്തോളം വിഷമിക്കുന്നുണ്ട് എങ്കിൽ അവരെത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടാവും ആ ഒരു അയാൾ വിട്ടിട്ട് പോയത്. അതും ചെറിയ ചെറിയ കാരണങ്ങളും ഉണ്ട്. കുറേ നാൾ കൂടെ നിന്നിട്ട് ഈ പറയുന്ന റിലീജിയൻ കൊണ്ട് ഇനി നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ ഇത് സമ്മതിക്കില്ല, അതൊക്കെ കേൾക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലോങ് പീരീഡ് നിന്റെ ഒപ്പം നിൽക്കുകയാണ്, നിന്റെ വിഷമങ്ങളിലും എല്ലാ കാര്യങ്ങളും നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളോട് ആ ഒരു റീസൺ ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു സമയത്ത് അവരെ കൊണ്ടിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് അവരോട് നീ ഡിപ്രസ്ഡ് ആവരുതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെ കൊണ്ടുവരാൻ. പക്ഷെ നമ്മൾ എത്ര വിഷമിച്ചാലും എത്ര ഡിപ്രഷൻ ആയിരുന്നാലും നമുക്ക് ചിലപ്പം ഒരു വിഷമം വരുന്നത് മറ്റൊരു നല്ലതിനായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരുപാട് നാൾ കിടന്ന് കരയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ വിഷമിച്ചിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് അതെല്ലാം അതിനേക്കാൾ ഒരുപാട് സന്തോഷം തരാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സന്തോഷം തരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ വിഷമങ്ങൾ തരുന്നത്.